വെൽക്കം സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത് ഓൾജിബ്ര ഓഫ് പോളിനോമിയൽസ് ആണ്. ഈ സെക്ഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് പോളിനോമിയൽസിനായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള 4 ഓപ്പറേഷൻസ്: അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് പോളിനോമിയൽസ്. ഈ 4 ടോപ്പിക്സ് ആണ് ഈ സെക്ഷൻ്റെ അണ്ടറിൽ വരുന്നത്. സോ ദ ഫസ്റ്റ് ടോപ്പിക്, അഡീഷൻ ഓഫ് 2 പോളിനോമിയൽസ്, ദാറ്റ് ഈസ് സം ഓഫ് 2 പോളിനോമിയൽസ്. 2 പോളിനോമിയൽസിനെ തമ്മിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെ, അഥവാ സം ചെയ്യുന്നത് എങ്ങനെ. അപ്പോൾ ആ സമ്മേഷൻ പ്രോസസ്സിന് ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ഫോർ 2 പോളിനോമിയൽസ് ടു ബി ആഡഡ് their degree should be equal. അതായത് 2 പോളിനോമിയൽസ് നമ്മൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 2 പോളിനോമിയൽസിൻ്റെ ഡിഗ്രി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ 2 പോളിനോമിയൽസിൻ്റെ അഡീഷൻ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 പോളിനോമിയൽസിൻ്റെ ഡിഗ്രി എന്താണെന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. 2 പോളിനോമിയൽസിൻ്റെ ഡിഗ്രി സെയിം ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, 2 പോളിനോമിയൽസിനെ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് തുടങ്ങാവൂ. സോ ഒരു എക്സാമ്പിൾ ഇവിടെ നമുക്ക് നോക്കാം, എങ്ങനെയാണ് 2 പോളിനോമിയൽസ് നമ്മൾ എങ്ങനെ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന 2 പോളിനോമിയൽസ്, ഇറ്റ് ബി പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x റേസ് ടു 4 മൈനസ് 3x ക്യൂബ് പ്ലസ് 4x പ്ലസ് 1 ആൻഡ് ക്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x ക്യൂബ് പ്ലസ് 4x സ്ക്വയർ മൈനസ് 3x. ഈ 2 പോളിനോമിയൽസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും 2 പോളിനോമിയൽസിൻ്റെ ഡിഗ്രി എന്തല്ല, സെയിം അല്ല. സോ വി ഹാവ് ടു മേക്ക് ദ ഡിഗ്രി ഓഫ് 2 പോളിനോമിയൽസ് ഈക്വൽ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 2 പോളിനോമിയൽസിൻ്റെ ഡിഗ്രി എന്താക്കണം, സെയിം ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ തന്നിരിക്കുന്ന 2 പോളിനോമിയൽസിൻ്റെ ഡിഗ്രി ഒന്ന് കൺസിഡർ ചെയ്യുന്നു. പി ഓഫ് എക്സിൻ്റെ ഡിഗ്രി എത്രയാണ്? 4. ക്യൂ ഓഫ് എക്സിൻ്റെ ഡിഗ്രി 3. തേർഫോർ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഈ പോളിനോമിയൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് റീറൈറ്റ് ചെയ്യുന്നു in such a way that ഈ 2 പോളിനോമിയൽസിനകത്തും ഏതൊക്കെ ഡിഗ്രീസ് വേണം? 4th ഡിഗ്രി വേണം, 3rd ഡിഗ്രി വേണം, 2nd ഡിഗ്രി വേണം, 1st ഡിഗ്രി വേണം, കൂടാതെ 0th ഡിഗ്രിയും വേണം. കാരണം ഈ പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെയും ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ, 2 പോളിനോമിയൽസിൽ ഹയസ്റ്റ് ഡിഗ്രി ഏതിനാണ്? പി ഓഫ് എക്സിൻ്റെ ഡിഗ്രി എത്ര? 4ഉം ക്യൂ ഓഫ് എക്സിൻ്റെ ഡിഗ്രി എത്ര? 3ഉം. അതേപോലെ ഇവർക്ക് രണ്ടുപേരുടെ ഇടയിൽ ഹയസ്റ്റ് ഡിഗ്രി എത്രയാണ്? 4, അഥവാ പി ഓഫ് എക്സിൻ്റെ ഡിഗ്രിയാണ് ഹയസ്റ്റ്. ദെർഫോർ വി ഹാവ് ടു മേക്ക് ബോത്ത് ദ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി 2. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് പി ഓഫ് എക്സ് നമ്മൾ റീറൈറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x റേസ് ടു 4. ഇനി എക്സ് റേസ് ടു 4 കഴിഞ്ഞ് അടുത്ത എക്സിൻ്റെ പവർ ഏതാ വരേണ്ടത്? എക്സ് റേസ് ടു 3 ആണ് വേണ്ടത്. അതവിടെ ഓൾറെഡി ഉണ്ട്. ദെർഫോർ മൈനസ് 3x ക്യൂബ്. ഇനി അടുത്ത എക്സിൻ്റെ എത്രാമത്തെ പവറാ വരേണ്ടത്? സെക്കൻഡ് പവറാണ് വരേണ്ടത്. പക്ഷേ എന്തില്ല അവിടെ? എക്സിൻ്റെ സെക്കൻഡ് പവർ, എക്സ് സ്ക്വയറിൻ്റെ ടേം ഇല്ല. ദെർഫോർ വി ഹാവ് ടു ആഡ് 0x സ്ക്വയർ ഓവർ ദെയർ. എഗെയിൻ എക്സിൻ്റെ സ്ക്വയർ ടേം കഴിഞ്ഞ് അടുത്ത എക്സിൻ്റെ ടേം ഏതാ വരേണ്ടത്? എക്സ് റേസ് ടു 1. അത് ഓൾറെഡി ഉണ്ട്. ദെർഫോർ പ്ലസ് 4x പ്ലസ് കോൺസ്റ്റൻറ്റ് ടേം ദാറ്റ് ഈസ് 1. എഗെയിൻ ക്യൂ ഓഫ് എക്സിനെ ഞാൻ റീറൈറ്റ് ചെയ്യുന്നത്. ക്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സിനകത്ത് എക്സ് റേസ് ഈ പി ഓഫ് എക്സിൻ്റെ ഏതൊക്കെ ഡിഗ്രീസ് ഉണ്ടോ ആ ഡിഗ്രീസ് എല്ലാം എവിടെയും വരണം? ക്യൂ ഓഫ് എക്സിനകത്ത് വരണം. ആ രീതിയിലുള്ള നമ്മൾ എന്ത് ചെയ്തിട്ട് ക്യൂ ഓഫ് എക്സിനെ റീറൈറ്റ് ചെയ്യുക. ദെർഫോർ ഫസ്റ്റ് സോ ആദ്യത്തെ ഡിഗ്രി ഏതാണ് വരേണ്ടത്? എക്സ് റേസ് ടു 4. എക്സ് റേസ് ടു 4ൻ്റെ ഡിഗ്രി അവിടെ ഉണ്ടോ? ടേം ഉണ്ടോ? ഇല്ല. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോഎഫിഷ്യൻ്റ് 0 ആക്കി കൊടുത്തുകൊണ്ട് 0x റേസ് ടു 4 നമുക്ക് ആഡ് ചെയ്യാം. ഇനി എക്സ് ക്യൂബിൻ്റെ ടേം ഉണ്ട്. ദെർഫോർ പ്ലസ് എക്സ് ക്യൂബ്. എക്സ് സ്ക്വയറിൻ്റെ ടേം ഉണ്ട്. ദെർഫോർ പ്ലസ് 4x സ്ക്വയർ. എക്സ് റേസ് ടു 1ൻ്റെ ടേം ഉണ്ട്. ദെർഫോർ മൈനസ് 3x. എഗെയിൻ കോൺസ്റ്റൻറ്റ് ടേമില്ല. ദെർഫോർ അവിടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? 0 ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഈ 2 പോളിനോമിയൽസിനെയും കൂടെ സം ചെയ്യണം. ദാറ്റ് ഈസ് പി ഓഫ് എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ആണ് നമുക്ക് വേണ്ടത്. സമ്മേഷൻ പ്രോസസ്സിന് മുമ്പ് ഇപ്പോൾ നമ്മൾ നോക്കുക, ഇപ്പോൾ നമ്മൾ റീറൈറ്റ് ചെയ്തിട്ടുള്ള പി ഓഫ് എക്സിനെയും ക്യൂ ഓഫ് എക്സിനെയും സംബന്ധിച്ച് 2 പേരുടെയും ഡിഗ്രി എത്രയാണ്? 4 ആണ് അല്ലേ? ഈ 2 പോളിനോമിയൽസിനകത്തും എക്സ് റേസ് ടു 4 മുതൽ എക്സ് റേസ് ടു 0 വരെയുള്ള എല്ലാ ടേംസും എക്സിസ്റ്റ് ചെയ്യുന്നുമുണ്ട് അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അഡീഷൻ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാം. ദെർഫോർ പി ഓഫ് എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ അഡീഷൻ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് സെയിം ഡിഗ്രി വരുന്ന ടേംസിനെ 2 പോളിനോമിയൽസിന് സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ എക്സ് റേസ് ടു 4ൻ്റെ ടേം ഏതൊക്കെയാണ്? 2x റേസ് ടു 4 ഉണ്ട്, 0x റേസ് ടു 4 ഉണ്ട്. അപ്പോൾ അതിനെ ആദ്യം എഴുതുന്നു. പി ഓഫ് എക്സിൻ്റെ എക്സ് റേസ് ടു 4th ടേം 2x റേസ് ടു 4 പ്ലസ് ക്യൂ ഓഫ് എക്സിൻ്റെതും 0x റേസ് ടു 4.
എഗെയിൻ എക്സ് ക്യൂബിൻ്റെ ടേംസ് ഏതൊക്കെയാണ്? അഡീഷൻ ആയപ്പോൾ x⁴ ടേംസ് നമുക്ക് ബ്രാക്കറ്റിലാക്കാം. അഡീഷൻ ആയതുകൊണ്ട് പ്ലസ്. അടുത്ത എക്സ് ക്യൂബിൻ്റെ ടേംസ് ഏതൊക്കെയാണ്? -3x³ പി ഓഫ് എക്സ് ആൻഡ് പ്ലസ് എക്സ് ക്യൂബ് ക്യൂ ഓഫ് എക്സ്. എക്സ് ക്യൂബിൻ്റെ ടേം കഴിഞ്ഞ് ദെർഫോർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. എഗെയിൻ പ്ലസ് x⁻² ടേംസ് 0x² പ്ലസ് 4x². എഗെയിൻ അഡീഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എക്സിൻ്റെ ടേംസ് 4x മൈനസ് 3x. ഇവിടെ 4x ഉണ്ടായിരുന്നു, ഇവിടെ എന്തുണ്ട്? -3x ഉണ്ട്. എഗെയിൻ പ്ലസ് കോൺസ്റ്റൻറ്റ് ടേംസ് 1 പ്ലസ് 0. ഈ സ്റ്റെപ്പിനകത്ത് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഫസ്റ്റ് ടേമായ 2x⁴ പ്ലസ് 0x⁴ ഏത് ടേം കോമൺ ഉണ്ട്? x⁴ എന്ന് പറയുന്ന ടേം കോമൺ ഉണ്ട്. ഇതർഫ് എന്ത് ചെയ്യുന്നു? ആ രണ്ട് ടേംസിനൊപ്പം x⁴ എന്ത് ചെയ്യുന്നു? കോമൺ എടുക്കുന്നു. സിമിലർലി സെക്കൻഡ് ബ്രാക്കറ്റിനകത്ത് x³ എന്ന് പറയുന്ന ആ ഒരു ടേം കോമൺ ഉണ്ട്. ഇതർഫ് അതിനെ എന്ത് ചെയ്യുന്നു? ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കുന്നു. തേർഡ് ടേമിനകത്ത് എന്തുണ്ട്? x² കോമൺ ഉണ്ട്. ഇതർഫ് അതിനെ എന്ത് ചെയ്യുന്നു? ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കുന്നു. ആൻഡ് ഫോർത്ത് ടേമിനകത്ത് എക്സ് കോമൺ ഉണ്ട്. ദർഫ് അതിന് ഞാൻ ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കുന്നു. കോൺസ്റ്റന്റ് ടേംസ് തമ്മിൽ എന്ത് ചെയ്യുന്നു? 0 + 1 ആഡ് ചെയ്ത് ഞാൻ എഴുതുന്നു. ബ്രാക്കറ്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സിൻ്റെ പവറുകളെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ബ്രാക്കറ്റിന് പുറത്തേക്ക് ചൂസ് ചെയ്യുക. ബാക്കിയുള്ള ഓപ്പറേഷൻസ്, അതായത് അവിടെ ഫ്രണ്ടിൽ വരുന്ന സൈൻസിനെ നമ്പേഴ്സിനെ അതേപടി എന്ത് ചെയ്യുക? ബ്രാക്കറ്റിനകത്ത് റീപ്ലേസ് ചെയ്യുക. ദർഫോർ 2 + 0x⁴ പ്ലസ് -3 + 1x³ പ്ലസ് 0 + 4x² പ്ലസ് 4 - 3 × x പ്ലസ് 1 + 0 = 1, which is equal to, ഇനി ബ്രാക്കറ്റിനുള്ള ടേംസിന് എന്ത് ചെയ്യുക? ആഡ് ചെയ്തത് 2 + 0 is 2x⁴ പ്ലസ് -3 + 1 is -2x³ പ്ലസ് 0 + 4 is 4x² plus 4 minus 3 is 1x plus 1. Therefore, P of x plus Q of x is 2x⁴ plus into minus is -2x³ plus 4x² plus x plus 1. അതായത് രണ്ട് പോളിനോമിയൽസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, രണ്ട് പോളിനോമിയൽസിൻ്റെ പവറിനെ എന്ത് ചെയ്യുക? സെയിം ആക്കുക. ഡിഗ്രികൾ എന്താക്കുക? സെയിം ആക്കുക. അതിനുശേഷം ഒരേ പവർ വരുന്ന ടേംസിന് കോഎഫിഷ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്തതിന് ശേഷം റിസൾട്ട് P of x plus Q of x ആയിട്ട് എഴുതുക. The next topic is difference of two polynomials. രണ്ട് പോളിനോമിയൽസ് തമ്മിൽ എന്ത് കാണുന്നു? ഡിഫറൻസ് കാണുന്നു. രണ്ട് പോളിനോമിയൽസിനെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നു. അവിടെയും നമ്മൾ ആ അഡീഷൻ പ്രോസസ്സിനകത്ത് ക്യാരി ഔട്ട് ചെയ്ത സെയിം റൂൾ എവിടെ ആപ്ലിക്കബിൾ ആണ്? സബ്ട്രാക്ഷൻ പ്രൊസീജിയറിനകത്തും ആപ്ലിക്കബിൾ ആണ്. ദാറ്റ് ഈസ് ഫോർ ടു പോളിനോമിയൽസ് ടു ബി സബ്ട്രാക്റ്റഡ് ദെയർ ഡിഗ്രീസ് ഷുഡ് ബി ഈക്വൽ. രണ്ട് പോളിനോമിയൽസിനെ സബ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കണം? ആ രണ്ട് പോളിനോമിയൽസിൻ്റെ ഡിഗ്രി സെയിം ആയിരിക്കണം. ഈ രണ്ട് അഡീഷൻ പ്രോസസ്സിനും സബ്ട്രാക്ഷൻ പ്രോസസ്സിനും പോളിനോമിയൽസിൻ്റെ കേസിൽ ഒരു സാമ്യമുണ്ട്, സിമിലാരിറ്റി ഉണ്ടെന്ന് വെച്ചാൽ, ആ അഡീഷൻ പ്രോസസ്സിനകത്ത് നമ്മൾ എന്താ ചെയ്തത്? രണ്ട് പോളിനോമിയൽസ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് രണ്ട് പോളിനോമിയൽസിൻ്റെ ഡിഗ്രി കോഎഫിഷ്യൻ വൈസ് എല്ലാം ഡിഗ്രി എല്ലാം സെയിം ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? കോഎഫിഷ്യൻസ് തമ്മിൽ ആഡ് ചെയ്തു അല്ലേ? ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇവിടെയും സെയിം പ്രൊസീജിയറായിട്ട് തന്നെ P of x, Q of x രണ്ട് പോളിനോമിയൽസ് ഉണ്ടെങ്കിൽ രണ്ട് പോളിനോമിയൽസിൻ്റെയും ഡിഗ്രി എന്താക്കും? സെയിം ആക്കിയതിന് ശേഷം ഈ രണ്ട് പോളിനോമിയൽസിൻ്റെയും കറസ്പോണ്ടിങ് പവേഴ്സിൻ്റെ കോഎഫിഷ്യൻ്റ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ അഡീഷണൽ ആക്കുമ്പോൾ എന്താണ് വേണ്ടത്? സബ്ട്രാക്ഷനാണ് വേണ്ടത്. ഫോർ ഓരോ പവേഴ്സിൻ്റെ കോഎഫിഷ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ആ പഴയ എക്സാമ്പിളിനെ കൺസിഡർ ചെയ്യുന്നു. P of x is equal to 2x⁴ minus 3x³ plus 4x plus 1 and Q of x is equal to x³ plus 4x² minus 3x. ആദ്യം ഞാൻ ചെയ്യുന്നത് ഈ രണ്ട് പോളിനോമിയൽസിൻ്റെ ഡിഗ്രി സെയിം ആണോ നോക്കുന്നു. അല്ല, P of xൻ്റെ ഡിഗ്രി എത്രയാണ്? 4ഉം Q of xൻ്റെ ഡിഗ്രി 3ഉം. സോ ഇൻ ഓർഡർ ടു സബ്ട്രാക്ട് ദീസ് ടു പോളിനോമിയൽസ് ഐ ഹാവ് ടു മേക്ക് ദ ഡിഗ്രി ഓഫ് ടു പോളിനോമിയൽസ് ഈക്വൽ അല്ലേ? അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് പോളിനോമിയൽസിനെ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് P of x is equal to 2x⁴ minus 3x³ എന്ത് ചെയ്യുന്നു? x² ടേമില്ലാത്ത അതിനൊന്ന് ആഡ് ചെയ്യുന്നു. പ്ലസ് 0x²
plus 4x plus 1 and q of x is equal to അവിടെ എന്തിൻ്റെ പവർ കൊണ്ടുവരുന്ന x raised to 4ൻ്റെ പവർ ഞാൻ ആഡ് ചെയ്യും. ദറ്റ് ഈസ് 0x raised to 4ൻ്റെ ടേം അവിടെ ഇല്ല. therefore എന്ത് ചെയ്യുന്നു, കോഎഫിഷ്യൻറ്റിനെ 0 ആക്കിക്കൊണ്ട് അങ്ങനെ ടേം അവിടെ കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് 0x raised to 4 പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് 4x സ്ക്വയർ മൈനസ് 3x പ്ലസ് 0. ഇനി എന്ത് ചെയ്യണം, ഈ രണ്ട് പോളിനോമിയൽസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് ഈസ് പി ഓഫ് എക്സ് മൈനസ് ക്യൂ ഓഫ് എക്സ്. അതിന് വേണ്ടിയിട്ട് ആ രണ്ട് പോളിനോമിയൽസ് ഞാൻ ഒന്നിടൊന്ന് എടുത്തെഴുതി. പി ഓഫ് എക്സ് മൈനസ് ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ മൈനസ് ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റ് പോളിനോമിയലിനകത്തെ എക്സ് റേസ് ടു 4ൻ്റെ പവറും സെക്കൻഡ് പോളിനോമിയലിനകത്തെ എക്സ് റേസ് ടു 4ൻ്റെ പവർ നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് 2x raised to 4 മൈനസ് 0x raised to 4 ഒരു ബ്രാക്കറ്റിലാക്കി. എഗെയിൻ നെക്സ്റ്റ് നടക്കുന്ന ഓപ്പറേഷൻ ഇപ്പോൾ സ്കിപ്പ് ചെയ്യണം. ഓപ്പറേഷൻ നമുക്ക് അവസാനം കൊടുക്കാം. എഗെയിൻ ഫസ്റ്റ് പോളിനോമിയലിനകത്തെ എക്സ് ക്യൂബിൻ്റെ പവറും സെക്കൻഡ് പോളിനോമിയലിനകത്തെ എക്സ് ക്യൂബിൻ്റെ പവറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യും. ദാറ്റ് ഈസ് മൈനസ് 3x ക്യൂബ് മൈനസ് എക്സ് ക്യൂബ്. ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് പോളിനോമിയലിനകത്ത് എക്സ് സ്ക്വയറിൻ്റെ പവറിനെയും സെക്കൻഡ് പോളിനോമിയലിനകത്ത് എക്സ് സ്ക്വയറിൻ്റെ പവറിനെയും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് 0x സ്ക്വയർ മൈനസ് 4x സ്ക്വയർ. എഗെയിൻ ഫസ്റ്റ് പോളിനോമിയലിനകത്ത് എക്സിൻ്റെ പവറിനെയും സെക്കൻഡ് പോളിനോമിയലിനകത്ത് എക്സിൻ്റെ പവറിനെയും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് 4x മൈനസ്, ഇവിടെ ഏതാണ് എക്സിൻ്റെ പവർ, എക്സിൻ്റെ പവർ ഏതാ വരുന്നത്, മൈനസ് 3x. ദാറ്റ് ഈസ് മൈനസ് 3x. എഗെയിൻ ഫസ്റ്റ് പോളിനോമിയലിനകത്തെ കോൺസ്റ്റൻറ്റ് ടേം മൈനസ് സെക്കൻഡ് പോളിനോമിയലിനകത്തെ കോൺസ്റ്റൻറ്റ് ടേം. ദാറ്റ് ഈസ് 1 മൈനസ് 0. ഇത്രയും പ്രൊസീജിയേഴ്സ് ഞാൻ ക്യാരി ഔട്ട് ചെയ്ത് ബ്രാക്കറ്റിനകത്ത് ആക്കിയ ശേഷം ഇവയെല്ലാം തമ്മിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. 4 സ്റ്റെപ്പ് ഓർത്തിരിക്കേണ്ടതാണ്. രണ്ട് പോളിനോമിയൽസിനെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് അതാത് പവറുകളെ തമ്മിൽ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം എല്ലാ ടേംസിനെയും കൂടെ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. therefore ഈ ഫസ്റ്റ് ടേമിനകത്ത് എന്ത് കോമൺ ഉണ്ട്, എക്സ് റൈസ് ടു 4 കോമൺ ഉണ്ട്. therefore ഞാൻ പുറത്തെടുക്കുന്നു. ബാക്കി അകത്തെടുക്കുന്നത് എന്ത് മാത്രമാണ്, 2 മൈനസ് 0. പുറത്ത് എന്ത് വരും, എക്സ് റൈസ് ടു 4 പ്ലസ് ഇവിടെ എക്സ് ക്യൂബിനെ ഞാൻ പുറത്തെടുത്ത ബാക്കി എന്തുണ്ട്, മൈനസ് 3 മൈനസ് 1x ക്യൂബ് പ്ലസ് ഈ ടേമിനകത്ത് നിന്നും എക്സ് സ്ക്വയറിനെ പുറത്തെടുത്താൽ അകത്ത് എന്ത് വരും, 0 മൈനസ് 4x സ്ക്വയർ പ്ലസ് എഗെയിൻ ഈ ടേമിനകത്ത് നിന്ന് എക്സിനെ പുറത്തെടുത്താൽ 4 മൈനസ് 3x പ്ലസ് 1 മൈനസ് 0 ഈസ് 1. ഹിയർ എഗെയിൻ കോഎഫിഷ്യൻസ് തമ്മിൽ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ 2 മൈനസ് 0 ഈസ് 2x raised to 4 plus minus 3 minus 1 is minus 4x cube plus 0 minus 4 is minus 4x square plus 4 minus minus 3 is 7x plus 1. Therefore we can say that after subtracting the polynomials p of x and q of x, we get the result as 2x raised to 4 plus minus 4x cube plus minus 4x square plus 7x plus 1. therefore രണ്ട് പോളിനോമിയൽസിനെ തമ്മിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും സബ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും രണ്ട് പോളിനോമിയൽസിൻ്റെയും ഡിഗ്രി സെയിം ആണോ നോക്കുക. അതിനുശേഷം രണ്ട് പോളിനോമിയൽസിനകത്തും എക്സിൻ്റെ ഹയസ്റ്റ് പവർ മുതൽ ലോവസ്റ്റ് പവർ വരെയുള്ള എല്ലാ ടേംസും ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്ത് എന്തായിട്ട് എഴുതുക എന്നിവിടെ റീറൈറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് പി ഓഫ് എക്സിൻ്റെ ഡിഗ്രി എക്സ് റൈസ് ടു 4 ആണെങ്കിൽ എക്സ് റൈസ് ടു 4ൻ്റെ ടേം വേണം, എക്സ് ക്യൂബിൻ്റെ ടേം വേണം, എക്സ് സ്ക്വയറിൻ്റെ ടേം വേണം, എക്സിൻ്റെ ടേം വേണം, കോൺസ്റ്റൻ്റ് ടേം വേണം. സിമിലർലി ഫോർ ക്യൂ ഓഫ് എക്സിന്. സോ അത്രയും ടേംസ് ഉണ്ടോ നമ്മൾ വെരിഫൈ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും കറസ്പോണ്ടിങ് ആയിട്ട് ആ കോഎഫിഷ്യൻസ് തമ്മിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറസ്പോണ്ടിങ് പവേഴ്സിൻ്റെ കോഎഫിഷ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ടു പോളിനോമിയൽസ്. Next one is product of two polynomials.
തൊട്ട് മുമ്പ് പറഞ്ഞ രണ്ട് ടോപ്പിക്സിനകത്ത് നമ്മൾ പറഞ്ഞത് അഡീഷൻ ഓഫ് ടു പോളിനോമിയൽസ് ആണെങ്കിലും സബ്ട്രാക്ഷൻ ഓഫ് ടു പോളിനോമിയൽസ് ആണെങ്കിലും തന്നിട്ടുള്ള രണ്ട് പോളിനോമിയൽസിൻ്റെയും ഡിഗ്രി എന്തായിരിക്കണമെന്ന് പറഞ്ഞു, സെയിം ആയിരിക്കണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പക്ഷേ പ്രൊഡക്റ്റ് ഓഫ് ടു പോളിനോമിയൽസ് അഥവാ രണ്ട് പോളിനോമിയൽസിനെ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനാണ് പോകുന്നതെങ്കിൽ അവിടെ ഈ ഡിഗ്രി ഓഫ് പോളിനോമിയൽസ് സെയിം ആകണമെന്ന് നിർബന്ധമില്ല. അറ്റ് ദ സെയിം ടൈം അവിടെ വേറെ റൂളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒബേ ചെയ്യാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് ലെറ്റ് പി ഓഫ് എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ് ബി ടു പോളിനോമിയൽസ്. നമ്മൾ എടുക്കുന്ന രണ്ട് പോളിനോമിയൽസ് പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും ആണെന്നിരിക്കട്ടെ. ലെറ്റ് ദ ഡിഗ്രി ഓഫ് ദ ഫസ്റ്റ് പോളിനോമിയൽ പി ഓഫ് എക്സ് ബി equal to m and the degree of the second polynomial q of x is equal to n. First polynomial degree m ഉം second polynomial degree n ഉം ആണെങ്കിൽ the degree of their product, that is degree of p of x into q of x is equal to m plus n. രണ്ട് പോളിനോമിയൽസിൻ്റെയും കൂടെ പ്രോഡക്റ്റിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് അതാത് പോളിനോമിയലുകളുടെ ഡിഗ്രികളുടെ എന്തായിരിക്കും, സം ആയിരിക്കും. ദാറ്റ് ഈസ് degree of p of x into q of x is equal to degree of p of x plus degree of q of x ആയിരിക്കും. ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. Let p of x is equal to x square minus 2x plus 1 and q of x is equal to x plus 3. രണ്ട് പോളിനോമിയൽസ് നമ്മൾ തന്നിട്ടുണ്ട്. ഇവയുടെ എന്താ നമുക്ക് കാണേണ്ടത്, പ്രോഡക്റ്റ് ആണ് നമ്മൾ കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് പോളിനോമിയൽസിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യം ഇവിടെ ഡിഗ്രി ഒന്ന് കൺസിഡർ ചെയ്യുന്നു. ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് എത്ര ആയിരിക്കും, 2 ആയിരിക്കും. ആൻഡ് ഡിഗ്രി ഓഫ് ക്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, പി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുക. അപ്പോൾ ആ ഒരു പോളിനോമിയൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് നമ്മൾ ശരിക്കും ക്യാരി ഔട്ട് ചെയ്യുന്നത് പണ്ട് നമ്മൾ പഠിച്ച ഐഡൻറ്റിറ്റിയുടെ ബേസിസിലാണ്. അതായത് പണ്ട് നമ്മൾ പഠിച്ചൊരു ഐഡൻറ്റിറ്റിയാണ്, ദാറ്റ് ഈസ് എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി ഇസ് ഈക്വൽ ടു, അതായത് രണ്ട് ടേംസിനെ തമ്മിൽ ആഡ് ചെയ്യുന്ന രീതിയിൽ ആഡ് ചെയ്തിട്ട് അവയുടെ പ്രൊഡക്റ്റ് കാണാനുള്ള ഒരു ഐഡൻറ്റിറ്റി, ദാറ്റ് ഈസ് എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി ഈക്വൽ ടു. എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ ആദ്യം എ കൊണ്ട് സി എ മൾട്ടിപ്ലൈ ചെയ്യും, ഡി എ മൾട്ടിപ്ലൈ ചെയ്യും. എഗെയിൻ പിന്നെ എന്ത് ചെയ്യും, ബി എ കൊണ്ട് സി എ മൾട്ടിപ്ലൈ ചെയ്യും, ഡി എ മൾട്ടിപ്ലൈ. ഇവിടെയും സെയിം പ്രൊസീജിയറാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, എ ഇൻറ്റു സി, ദാറ്റ് ഈസ് എ ഇൻറ്റു സി, എഗെയിൻ എ ഇൻറ്റു ഡി. ഇത് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും, പ്ലസ് എ ഇൻറ്റു ഡി. എഗെയിൻ ഇവിടെ ബിയും പോസിറ്റീവാണ്, സിയും പോസിറ്റീവാണ്. ദെർഫോർ ഓപ്പറേഷൻ ഈസ് പ്ലസ് ബി ഇൻറ്റു സി. എഗെയിൻ ഇവിടെ ബിയും പോസിറ്റീവാണ്, ഡിയും പോസിറ്റീവാണ്. ദെർഫോർ ഓപ്പറേഷൻ ഈസ് പ്ലസ് ബി ഇൻറ്റു ഡി. ദാറ്റ് ഈസ് എന്താ ചെയ്തത്, നമ്മൾ എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി ചെയ്യാൻ നമ്മൾ ചെയ്തത് ആദ്യം എ ഇൻറ്റു സി പ്ലസ് എ ഇൻറ്റു ഡി. എ കൊണ്ട് സി എ മൾട്ടിപ്ലൈ ചെയ്തു, ഡി എ മൾട്ടിപ്ലൈ ചെയ്തു. എഗെയിൻ ബി ഇൻറ്റു സി പ്ലസ് ബി ഇൻറ്റു ഡി. ബി എ കൊണ്ട് സി എ മൾട്ടിപ്ലൈ ചെയ്തു, ഡി എ മൾട്ടിപ്ലൈ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, അതായത് ഓപ്പറേഷൻ ഇവിടെ എ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരുന്നു, സി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരുന്നു. നടക്കുന്ന ഓപ്പറേഷൻ ഏതാ, മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ പ്ലസ് ഇൻറ്റു പ്ലസ്, ദാറ്റ് ഈസ് പ്ലസ്. അതുകൊണ്ട് എ ഇൻറ്റു സിയുടെ ഫ്രണ്ടിൽ എന്ത് വന്നു, ഓപ്പറേഷൻ പ്ലസ് വന്നു. എഗെയിൻ എയും ഡിയും പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിലെ ഓപ്പറേഷൻ എന്ത് വന്നു, പ്ലസ് വന്നു. സിമിലർലി ദ റെസ്റ്റ് ഓഫ് ദം. ഇതേ പ്രൊസീജിയർ നമ്മൾ എവിടെയും ക്യാരി ഔട്ട് ചെയ്യാൻ പോകുന്നത് പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, പി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ദെർഫോർ പി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, നമ്മൾ എടുത്തെഴുതുന്നു, പി ഓഫ് എക്സ് ഏതായിരുന്നു, എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ആൻഡ് ക്യൂ ഓഫ് എക്സ് ഈസ് എക്സ് പ്ലസ് 3. നമ്മളുടെ ഈ റൂൾ അനുസരിച്ച് ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് എത്രയാണ്, 2 ആണ്. ഡിഗ്രി ഓഫ് ക്യൂ ഓഫ് എക്സ് എത്രയാണ്, 1 ആണ്. അങ്ങനെയെങ്കിൽ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എത്രയാണ് വരേണ്ടത്, ഇറ്റ് ഈസ് 2 + 1, ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 3. നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് പോളിനോമിയൽ, പ്രോഡക്റ്റ് പോളിനോമിയൽ എന്തായിരിക്കണം, ഇറ്റ് ഈസ് ഓഫ് ഡിഗ്രി 3 ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തന്നിരിക്കുന്ന ഐഡൻറ്റിറ്റി ഇവിടെ ക്യാരി ഔട്ട് ചെയ്യുന്നു, ഈ പ്രോസസ്സിലേക്ക് ക്യാരി ഔട്ട് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ടേമിനകത്ത് എത്ര ടേംസ് ഉണ്ട്, എക്സ് സ്ക്വയർ ഉണ്ട്, മൈനസ് 2x ഉണ്ട്, 1 ഉണ്ട്. ഈ 3 ടേമിനെ കൊണ്ട് എന്തിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഈ എക്സ് പ്ലസ് 3 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആദ്യം എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ഈസ് എക്സ് ക്യൂബ്. അഗെയിൻ എക്സ് സ്ക്വയർ ഇൻറ്റു പ്ലസ് 3, ഇത് എക്സ് സ്ക്വയറും പോസിറ്റീവാണ്, 3യും പോസിറ്റീവ് ആയത് കാരണം നടക്കുന്നത് സൈൻ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 3 ഈസ് 3x സ്ക്വയർ. സോ എക്സ് സ്ക്വയർ കൊണ്ടുള്ള
പ്രോസസ്സ് കഴിഞ്ഞു. അടുത്ത ഇനി ഏതാണുള്ളത്? -2x. ഈ -2xനെ കൊണ്ട് എന്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം? എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം, 3യെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ആദ്യം നോക്കുക, ഈ 2xന്റെ ഫ്രണ്ടിലുള്ള സൈൻ ഏതാ? മൈനസ് ആണ്. ഇവിടുത്തെ എക്സിന്റെ ഫ്രണ്ടിലുള്ള സൈൻ ഏതാ? പ്ലസ്. ദെർഫോർ മൈനസ് ഇൻറ്റു പ്ലസ്, ദ റിസൾട്ട് ഈസ് മൈനസ്. ഇനി ബാക്കിയുള്ള നമ്പേഴ്സിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക. 2x ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് 2x². എഗെയിൻ 2xന്റെ ഫ്രണ്ടിലുള്ള സൈൻ ഏതാ? മൈനസ്. 3യുടെ ഫ്രണ്ടിലുള്ള സൈൻ ഏതാ? പ്ലസ്. ദെർഫോർ മൈനസ് ഇൻറ്റു പ്ലസ്, എഗെയിൻ മൈനസ്. ഇനി നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x ഇൻറ്റു 3, ദാറ്റ് ഈസ് 6x. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? സൈൻസിനെ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുക, അതിന് ശേഷം തന്നിരിക്കുന്ന ടേംസിനെ നമ്പേഴ്സിനെ തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. Therefore, -2x into x is -2x² and -2x into 3 is -6x. Again, 1 കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ 1ൻ്റെ ഫ്രണ്ടിലുള്ള സൈൻ പോസിറ്റീവ്, എക്സിൻ്റെ ഫ്രണ്ടിലുള്ള സൈൻ പോസിറ്റീവ്. Therefore, positive into positive is positive and 1 into x is x. Again, therefore 1 into x കഴിഞ്ഞ് നെക്സ്റ്റ് എന്ത് ചെയ്യണം? 1 into 3 വേണം. 1ൻ്റെ ഫ്രണ്ടിലുള്ള സൈൻ പോസിറ്റീവ്, 3യുടെ ഫ്രണ്ടിലുള്ള സൈനും പോസിറ്റീവ്. therefore positive into positive is positive and 1 into 3 is equal to 3. ഇത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എക്സ്പാൻഡ് വേർഷൻ നമുക്ക് കിട്ടിയത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം x³ എത്ര ടേംസ് ഉണ്ട് ഇവിടെ? 1, ഓൺലി 1 ടേം. therefore നമ്മൾ താഴെ കിടക്കി എഴുതുന്നു x³. എഗെയിൻ x² എത്ര ടേംസ് ഉണ്ട്? 3x² ഉണ്ട്, -2x² ഉണ്ട് അല്ലേ? therefore 3x² - 2x², the result is +1x². അതായത് ഇവയെ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒരേ പവറുള്ള ടേംസ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നു. എഗെയിൻ x³ ടേമായി, x² ടേമായി. നെക്സ്റ്റ് വൺ ഈസ് എക്സിൻ്റെ ടേം, ദാറ്റ് ഈസ് -6x ആൻഡ് എക്സ് ഈസ് ദെയർ. എക്സിൻ്റെ ടേമായ -6x ഉണ്ട്, എക്സും ഉണ്ട്. therefore -6x plus x is -5x. എഗെയിൻ x⁻0 ടേം അഥവാ കോൺസ്റ്റൻ്റ് ടേം എത്രണ്ണേ ഉള്ളൂ? ഒരു ടേമേ ഉള്ളൂ. therefore +3. therefore നമുക്ക് ഈ തന്നിരിക്കുന്ന രണ്ട് പോളിനോമിയലായ p(x)ൻ്റെയും q(x)ൻ്റെയും പ്രൊഡക്റ്റ് പോളിനോമിയൽ എങ്ങനെ കിട്ടി? x³ + 1x² - 5x + 3 എന്ന് നമുക്ക് കിട്ടും. ആ തന്നിരിക്കുന്ന കിട്ടിയ പോളിനോമിയലിൻ്റെ പ്രത്യേകത എന്താ? p(x)ൻ്റെ ഡിഗ്രി 2ഉം q(x)ൻ്റെ ഡിഗ്രി 1ഉം ആയപ്പോൾ ആ പ്രൊഡക്റ്റ് പോളിനോമിയൽ ഡിഗ്രി നമുക്ക് എത്രയായിട്ട് കിട്ടി? ഇറ്റ് ഈസ് ഈക്വൽ ടു 3. therefore degree of the polynomial is 3 since the degree of p(x) is equal to 2 and degree of q(x) is equal to 1. so that's all for the product of two polynomials. And the last section is division of two polynomials. രണ്ട് പോളിനോമിയൽസ് തമ്മിലുള്ള ഡിവിഷൻ പ്രോസസ് എങ്ങനെയാണ് ക്യാരി ഔട്ട് ചെയ്യുന്നതെന്ന്. രണ്ട് പോളിനോമിയൽസ് p(x)ഉം q(x)ഉം നമ്മുടെ കയ്യിൽ ഉണ്ടെന്നിരിക്കട്ടെ. p(x) എന്ന് പറയുന്ന പോളിനോമിയലിനെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? q(x) കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുക. ദാറ്റ് ഈസ് p(x) നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? q(x)നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. therefore here the dividend is p(x) and the divisor is q(x). അങ്ങനെയെങ്കിൽ അവയുടെ ഡിഗ്രികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് വെച്ചാൽ ഡിഗ്രി ഓഫ് p(x) should be greater than or equal to degree of q(x). എപ്പോഴും ഡിവിഡൻറ്റിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഡിവൈസർ ഡിഗ്രിയേക്കാൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. Also, the other points that are to be noted are when a polynomial p(x) is divided by a polynomial q(x), let g(x) be the quotient and r(x) be the remainder. അതായത് രണ്ട് പോളിനോമിയൽസ് p(x) എന്ന് പറയുന്ന പോളിനോമിയലും q(x) എന്ന മറ്റൊരു പോളിനോമിയലും ഉണ്ടെങ്കിൽ p(x) എന്ന് പറയുന്ന പോളിനോമിയലിനെ നമ്മൾ q(x) എന്ന് പറയുന്ന പോളിനോമിയലിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ആ ഡിവിഷൻ പ്രോസസ്സിൽ നമുക്ക് കിട്ടുന്ന ക്വോഷ്യന്റ് ടേം g(x)ഉം റിമൈൻഡർ ടേം r(x) ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഡിവിഷൻ തിയറം അനുസരിച്ച് പണ്ട് നമ്മളെ നമ്പർ തിയറിക്കകത്ത് നമ്പേഴ്സിനോട്ട് ക്യാരി ഔട്ട് ചെയ്തുകൊണ്ടിരുന്ന ഡിവിഷൻ തിയറം നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാം? ഈ തന്നിട്ടുള്ള പോളിനോമിയൽസിൻ്റെ കേസ് നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്തായിരുന്നു ഡിവിഷൻ തിയറം? ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ. അതായത് ഏത് നമ്പറിനെയാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറിന് ഡിവിഡൻഡ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഡിവൈസർ ഇൻറ്റു ദ കോഷ്യൻറ്റ് വാല്യൂ പ്ലസ് റിമൈൻഡർ. ഫോർ എക്സാമ്പിൾ 24 എന്ന് പറയുന്ന നമ്പറിനെ ഞാൻ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്നിരിക്കട്ടെ. therefore 24 divided by 8. നമ്മുടെ ഡിവിഷൻ പ്രൊസീജിയർ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് അല്ലേ? ഇവിടുത്തെ ഡിവിഡൻഡ് ഏതാണ്? ഡിവിഡൻഡ് ഈസ് 24 ആൻഡ് ഡിവൈസർ ഈസ് 8. ഹിയർ നമുക്ക് എങ്ങനെ എഴുതാം? കോഷ്യന്റ് ഡിവിഷൻ പ്രോസസ് നമ്മൾ എങ്ങനെ ക്യാരി ഔട്ട് ചെയ്യുന്നത്? 8 into 3. 8 3s are 24 and the balance remainder is 0. അങ്ങനെയെങ്കിൽ ഈ
തന്നിരിക്കുന്ന ഡിവിഷൻ പ്രോസസ്സിനെ എനിക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ദ ഡിവിഡൻറ്റ് 24 ഈസ് ഈക്വൽ ടു ഡിവൈസർ 8 ഇൻറ്റു കോഷ്യൻറ്റ് 3 പ്ലസ് റിമൈൻഡർ 0. That is 24 is equal to 8 into 3 plus 0. ഇതാണ് എന്ത് നമ്മളുടെ സാധാരണ നമ്പർ സിസ്റ്റത്തിനകത്തുള്ള ഡിവിഷൻ തിയറം. ഇതേ പ്രോസസ്സ് നമുക്ക് എവിടെ ആപ്ലിക്കബിൾ ആണെന്നാണ് പറയുന്നത്? പോളിനോമിയൽ സിസ്റ്റത്തിനകത്തും ആപ്ലിക്കബിൾ ആണെന്നാണ് പറയുന്നത്. ഒരു കാര്യം കൂടെ ഓർപ്പിച്ചോട്ടെ, ഈ തന്നിരിക്കുന്ന ഡിവിഷൻ പ്രൊസീജിയറിനെ സംബന്ധിച്ച്, ഡിവിഷൻ തിയറത്തെ സംബന്ധിച്ച് ഇവിടെ റിമൈൻഡർ എത്രയാണ്? 0 ആണ് അല്ലേ? റിമൈൻഡർ 0 ആകാം, അല്ലാതിരിക്കാം. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 26 divided by 7. ഡിവിഷൻ പ്രോസസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 7 3s are 21, therefore the remainder is 5. ഈ തന്നിട്ടുള്ള ഡിവിഷൻ പ്രോസസ് ഞാൻ മാത്തമാറ്റിക്കലായിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ? എനിക്ക് 26 is equal to 7 into 3 plus 5. That is dividend is equal to divisor into quotient plus remainder. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത്, ഫസ്റ്റ് ഡിവിഷൻ തിയറത്തിനകത്ത് റിമൈൻഡർ എത്ര ആയിരുന്നു? 0 ആയിരുന്നു. സെക്കൻഡ് ഡിവിഷൻ തിയറത്തിനകത്ത് റിമൈൻഡർ എത്ര ആണ്? 5 ആണ് അല്ലേ? therefore ഈ ഫസ്റ്റ് ഡിവിഷൻ തിയർ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ റിമൈൻഡർ 0 ആയതുകൊണ്ട് ഐ ക്യാൻ സേ ദാറ്റ് 24 is equal to 8 into 3. ഈ 0 plus 0 എന്ന് പറഞ്ഞ ടേമിനെ അങ്ങ് ഒഴിവാക്കിയിട്ട് എനിക്ക് എങ്ങനെ എഴുതാം? 24 is equal to 8 into 3 അല്ലേ? അപ്പോൾ റിമൈൻഡർ 0 ആയതുകൊണ്ട് ഞാൻ അതിനെ ഒഴിവാക്കി എങ്ങനെ എഴുതി? Can written as 24 is equal to 8 into 3. Here 8 and 3 are called factors of 24. ആ റിമൈൻഡർ 0 വന്നതുകൊണ്ട് മാത്രം എനിക്ക് എന്ത് ചെയ്തു? ഞാൻ അതിനെ ഒഴിവാക്കി ബാക്കി എടുത്ത് എഴുതിയതിന് ശേഷം എനിക്ക് എന്ത് പറയാം? ആ റിമൈൻഡർ 0 ആയതുകൊണ്ട് ബാക്കി വരുന്ന പ്രൊഡക്റ്റ് ടേംസിനകത്ത് ഓരോ ടേമിനെ എനിക്ക് എന്ത് വിളിക്കാം? ഫാക്ടേഴ്സ് ഓഫ് 24 എന്ന് വിളിക്കാം. ഇവിടെ സെക്കൻഡ് ഡിവിഷൻ പ്രോസസ്സിനകത്ത് എന്തില്ല? റിമൈൻഡർ എന്തല്ല? 0 അല്ല, സെയിം ടൈം എന്താണ്? 5 ആണ്. അപ്പോൾ അവിടെ ആ ഫാക്ടേഴ്സിന് ഒരു ടേം ഉദിക്കുന്നില്ല. എപ്പോൾ മാത്രമാണ് ഫാക്ടേഴ്സ് എന്നൊരു ടേം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇഫ് ദ റിമൈൻഡർ ഓഫ് ദ ഡിവിഷൻ പ്രോസസ് ഈസ് ഈക്വൽ ടു 0, then we can say that the product of the terms, ഏതൊക്കെ രണ്ട് ടേംസിൻ്റെ പ്രൊഡക്റ്റ് ആണോ നമ്മുടെ ഡിവിഡൻഡ് ആവുന്നത്, ആ രണ്ട് ടേംസ് നമുക്ക് എന്ത് വിളിക്കാം? ഫാക്ടേഴ്സ് ഓഫ് ദ കറസ്പോണ്ടിങ് ഡിവിഡൻഡ് എന്ന് വിളിക്കാം. ഈ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതേ പ്രോസസ് എവിടെയും ബാധകമാണ്? പോളിനോമിയൽസിൻ്റെ കേസിലും ബാധകമാണ്. That is second point എന്താ പറയുന്നത്? When a polynomial p of x is divided by the polynomial q of x, let g of x be the quotient and r of x be the remainder. Then by division theorem we can say that dividend is equal to divisor into quotient plus remainder. That is p of x is equal to dividend is equal to divisor ആയ q of x into quotient ആയ g of x plus remainder ആയ r of x. That is p of x is equal to q of x into g of x plus r of x. And what if the r of x is equal to 0? r of x 0 ആണെങ്കിൽ q of x and g of x are called factors of the dividend p of x. ആ ഡിവിഡൻഡ് ആയിട്ട് വരുന്ന ആ പോളിനോമിയലിൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും q of x ഉം g of x ഉം. എപ്പോൾ r of x-ൻ്റെ വാല്യൂ, അതായത് റിമൈൻഡർ ആയിട്ട് വരുന്ന പോളിനോമിയൽ എന്തോ ആണെങ്കിൽ 0 ആണെങ്കിൽ. സോ ഈ 3 പോയിന്റ്സ് ആണ് നമ്മൾ ഡിവിഷൻ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇത് നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഡിവൈഡ് എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 3 ബൈ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3. അപ്പോൾ ഈ ഡിവിഷൻ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഈ രണ്ട് പോളിനോമിയൽസിന് ഓരോ പേരം കൊടുക്കുന്നു. ലെറ്റ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു the first polynomial x cube minus 3x square minus x plus 3 and q of x is equal to x square minus 4x plus 3. ഇതിനകത്ത് അപ്പോൾ ഈ രണ്ട് പോളിനോമിയൽസ് ഞാൻ എടുത്തെഴുതി. രണ്ട് പോളിനോമിയൽസിനകത്തും ഡിവിഷൻ പ്രോസസ് ക്യാരി ഔട്ട് ചെയ്യണമെങ്കിൽ വേണ്ട റൂള് ഒബേ ചെയ്യുന്നുണ്ടോ നോക്കുക. വേർ ഇസ് ദ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഡിഗ്രി ഓഫ് ക്യൂ ഓഫ് എക്സ്. ശരിയാണോ? ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് എത്രയാണ്? 3. ഡിഗ്രി ഓഫ് ക്യൂ ഓഫ് എക്സ് എത്രയാണ്? 2. therefore we can say that degree of p of x is greater than or equal to degree of q of x. therefore ആ റൂൾ അത് ഒബേ ചെയ്യുന്നുണ്ട്. therefore ഇവിടെ ഡിവിഷൻ പ്രോസസ് നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും.
ഇനി നമ്മൾ ഡിവിഷൻ പ്രൊസീജിയർ ക്യാരി ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടുത്തെ ഡിവിഡൻ്റ് ആയിട്ട് വരുന്ന പോളിനോമിയൽ, ദാറ്റ് ഈസ് പി ഓഫ് എക്സിൻ്റെ പോളിനോമിയലിൻ്റെ കേസിൽ ആ പി ഓഫ് എക്സിൻ്റെ പോളിനോമിയലിനകത്ത് ഹയസ്റ്റ് ഡിഗ്രി എത്രയാണ് അതിൻ്റെ എക്സ് ക്യൂബ്. അങ്ങനെയെങ്കിൽ ആ പോളിനോമിയൽ ഹയസ്റ്റ് ഡിഗ്രി എക്സ് ക്യൂബ് ആയതുകൊണ്ട് അതിന് താഴേക്കുള്ള എല്ലാ ഡിഗ്രീസിനോട് എന്തായിരിക്കണം, പ്രസൻ്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് എക്സ് ക്യൂബ് വേണം, എക്സ് സ്ക്വയർ വേണം, എക്സ് വേണം, കോൺസ്റ്റൻ്റ് ടേം വേണം. സിമിലർലി ഇൻ കേസ് ഓഫ് ക്യൂ ഓഫ് എക്സ്, ഡിവൈസറിൻ്റെ കേസിലും ആ ഡിവൈസറിൻ്റെ ഡിഗ്രി ഹയസ്റ്റ് ഡിഗ്രി എത്രയാണ്, 2 ആണ്. ദെയർഫോർ ആ ഹയസ്റ്റ് ഡിഗ്രിയിൽ നിന്ന് താഴേക്കുള്ള എല്ലാ എക്സിൻ്റെ ടേംസ് ഇവിടെ പ്രസൻ്റ് ആയിരിക്കണം, ക്യൂ ഓഫ് എക്സിൽ പ്രസൻ്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ വേണം, എക്സിൻ്റെ ടേമായ -4x ഉണ്ട്, കോൺസ്റ്റൻ്റ് ടേം ഉണ്ട്. ദെയർഫോർ ഈ രണ്ട് റൂൾസ്, അതായത് ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ഡിഗ്രി ഓഫ് ക്യൂ ഓഫ് എക്സ് ആണ്. കൂടാതെ ഈ രണ്ട് പോളിനോമിയൽസിനകത്തും എന്തുണ്ട്? So the first rule, degree of p of x greater than or equal to degree of q of x ആണ്. കൂടാതെ സെക്കൻഡ് റൂൾ നമ്മൾ ഓർപ്പിച്ചത് എന്തായിരുന്നു, ഡിവിഡൻറ്റിനകത്തും ഡിവൈസറിനകത്തും ആ ഹയസ്റ്റ് ഡിഗ്രിയിലേക്ക് താഴെയുള്ള എല്ലാ ഡിഗ്രീസ്, ഹയസ്റ്റ് ഡിഗ്രി മുതൽ താഴെ കോൺസ്റ്റൻറ്റ് ടേമിലുള്ള എല്ലാ ഡിഗ്രീസും പ്രസൻ്റ് ആണോ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് വെരിഫൈ ചെയ്യുക. ഇനി അഥവാ ഒരു ടേം ഇല്ല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പി ഓഫ് എക്സിനകത്ത് എക്സ് സ്ക്വയറിൻ്റെ ടേം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ കോഎഫിഷ്യൻ്റ് എന്താക്കി നമ്മൾ ടേമിനെ ആഡ് ചെയ്യുക, കോഎഫിഷ്യൻ്റ് 0 ആക്കിയതിന് ശേഷം അങ്ങനെ ടേം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. Therefore പി ഓഫ് എക്സ് ആയി ക്യൂ ഓഫ് എക്സ് ആയി നമ്മൾ എന്ത് ചെയ്യണം, ഡിവിഷൻ പ്രോസസ് ക്യാരി ഔട്ട് ചെയ്യണം. അപ്പോൾ സാധാരണ നമ്മൾ ഡിവിഷൻ പ്രൊസീജിയർ നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതുപോലെ തന്നെ വരച്ച് എഴുതുന്നു. ദാറ്റ് ഈസ് എക്സ് ക്യൂബ് -3x² -x+3 നമ്മുടെ ഡിവിഡൻറ്റ് ഡിവൈഡഡ് ബൈ ഡിവൈസർ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ -4x+3. ഇനി നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ പോളിനോമിയലിൻ്റെ ഫസ്റ്റ് ടേം, ഡിവൈസറിൻ്റെ ഫസ്റ്റ് ടേം ഏതാണ്, ഡിവിഡൻറ്റിൻ്റെ ഫസ്റ്റ് ടേം ഏതാണ്, എക്സ് ക്യൂബും ഡിവൈസറിൻ്റെ ഫസ്റ്റ് ടേം ഈസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടുത്തെ സ്ക്വയർ ടേമും ഇവിടുത്തെ ക്യൂബ് ടേം ഇവിടെ ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി റിസൾട്ട് ഉള്ളതായിരിക്കും x⁻1 ആയിരിക്കും. നമ്മൾ ആദ്യം എഴുതണം ഈ ഇവിടുത്തെ ഹയസ്റ്റ് ടേമിനെയും കൂടെ ആദ്യം ഡിവൈഡ് ചെയ്തതിന് ശേഷം റിസൾട്ടൻ്റ് ആയിട്ട് വരുന്ന എക്സിനിടെ ഇവിടെ x⁻1 ആണ് ഇവിടെ എഴുതി, കോഷ്യൻ്റെ പ്ലേസ് നമ്മളത് എഴുതി. ഇനി ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ഇപ്പം നമുക്ക് കോഷ്യൻ്റായിട്ട് കിട്ടിയ എക്സിൻ്റെ ടേമിനെ ഡിവൈസറിനെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക, എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് x⁻1 × x² എത്രയാണ്, എക്സ് ക്യൂബ്. എഗെയിൻ x⁻1 × -4x ദാറ്റ് ഈസ് -4x². എഗെയിൻ x⁻1 × +3. ദെർഫോർ അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ടേം ഏതായിരിക്കും, x⁻1 × 3 ദാറ്റ് ഈസ് +3x. ഇനി കോൺസ്റ്റൻ്റ് മോഡലിൽ ദർഫ് എഴുതണ്ട. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ അടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വര കൊടുത്തതിന് ശേഷം ഈ തന്നിരിക്കുന്ന ടേംസ് തമ്മിൽ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. സാധാരണ നമ്മൾ ഡിവിഷൻ പ്രോസസ് ചെയ്യുന്നതൊക്കെ തന്നെ 26 ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുന്നത്, 7 3s are 21. 3 ആണ് വരുന്നത്, 3 ആണ് കോഷൻ. അപ്പോൾ 3 × 7 ചെയ്തതിന് ശേഷം ആ കിട്ടുന്ന വാല്യൂവിനെ അവിടെ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, അടി വര കൊടുത്ത് ഇവയെ തമ്മിൽ എന്ത് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു അല്ലേ. ഇവിടെ നമ്മൾ അത് തന്നെ ചെയ്യുന്നത്, ആ കിട്ടിയ കോഷ്യൻ്റെ ഫസ്റ്റ് ടേമിനോട് എഴുതി ആ കോഷ്യൻ്റെ ഫസ്റ്റ് ടേമിനെ കൊണ്ട് ഡിവൈസറിനെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതാത് ടേംസിൻ്റെ എക്സിൻ്റെ പവറുകളുടെ താഴെ എഴുതിയതിന് ശേഷം എന്ത് ചെയ്ത് അവയെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ സബ്ട്രാക്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, രണ്ടാമത്തെ പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസിന് അഥവാ കോഎഫിഷ്യൻറ്റുകളുടെ സൈനുകളെ റിവേഴ്സ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത്. അപ്പോൾ x³ എന്താവും, -x³ -4x² എന്താവും, +4x² +3x എന്താവും, -3x. അതായത് രണ്ട് പോളിനോമിയൽസ് നമ്മൾ ഈ രീതിയിലാണ് സബ്ട്രാക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ രണ്ടാമത് നടക്കുന്ന പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻറ്റുകളുടെ സൈൻ എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവരെ തമ്മിൽ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് x³ +-x³ ഈസ് 0. എഗെയിൻ -3 +4 ഇറ്റ് ഈസ് +1. ഇനി എന്തുണ്ട്, x² ഉണ്ട്, -1 എക്സിനോടത്തെ കോഎഫിഷ്യൻ എന്താ, -1 -1 +-3 ഇറ്റ് ഈസ് -4x. ഇനി എന്തുണ്ട്, റിമൈൻഡർ ഉണ്ടോണ്ട് 3 ഉണ്ട്, തരപ്പോൾ +3 എഴുതി. ഇപ്പോൾ പുതുതായിട്ട് നമുക്ക് കിട്ടിയ പോളിനോമിയൽ ഏതാണ്, x² -4x +3 അല്ലേ. അവിടുത്തെ ഹയസ്റ്റ് പവർ എത്ര, x². തരപ്പോൾ x² ഞാൻ എടുത്തെഴുതുന്നു.
ബൈ അതിന് നമ്മൾ എന്തോരം ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് എക്സ് സ്ക്വയറിൻ്റെ ഈ ഡിവൈസ് ഉണ്ട്. ദർഫോർ അവിടെ ഈ ഡിവൈസ് ഹയസ്റ്റ് പവർ എത്രയാണ് എക്സ് സ്ക്വയർ. ദർഫോർ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും എക്സ് സ്ക്വയർ ബൈ അതായത് ഈ ഏത് ടേമിനാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് അതിൻ്റെ ഫസ്റ്റ് പവറിനെയും ഹയസ്റ്റ് പവറിനെയും ഡിവൈസറിൻ്റെ ഹയസ്റ്റ് പവറിനെ നമ്മൾ താഴെ ജസ്റ്റ് ഡിവിഷൻ ആയിട്ട് നോക്കും. ദർഫോർ എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്ത് ബാക്കി എന്ത് വരും 1. ദർഫോർ ഇത് പോസിറ്റീവ് 1 ആയതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി കോഷ്യൻ്റെ സ്ഥാനത്ത് +1 എഴുതി. ഇനി എന്ത് ചെയ്യും ഈ 1 കൊണ്ട് ഈ ഡിവൈസറിനെ പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക. ദർഫോർ 1 × എക്സ് സ്ക്വയർ ഈസ് എക്സ് സ്ക്വയർ അഥവാ 1x സ്ക്വയർ. again 1 × -4x ഈസ് -4x. again 1 × +3 ഈസ് +3. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ഈ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ടേമിനെ നമ്മളുടെ അടുത്ത് ഉണ്ടായിരുന്ന ടേമിൽ എന്ത് ചെയ്യുന്നു സബ്ട്രാക്ട് ചെയ്യുന്നു. സബ്ട്രാക്റ്റിന് എന്ത് ചെയ്യണം രണ്ടാമത്തെ പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസിൻ്റെ സൈൻ റിവേഴ്സ് ചെയ്യുന്നത്. +1 ആയ കാരണം -1, ഇവിടെ -4x കാരണം +4x, ഇവിടെ +3 ആയ കാരണം -3. therefore 1x square minus 1x squared is 0x square. -4 + 4 is +0x. -3 plus -3 is 0. therefore ഈ ടേം എന്തായിട്ട് മാറി 0 ആയിട്ട് മാറി. അപ്പോൾ അടുത്ത റിമൈൻഡർ എന്തായി 0 ആയി. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഈ തന്നിട്ടുള്ള ഇപ്പോൾ ഡിവിഷൻ പ്രോസസ് കംപ്ലീറ്റ് ആയി. കാരണം എന്താ ഇനി ഒരു ടേം എനിക്ക് എന്തില്ല താഴേക്ക് ഇറക്കി എഴുതാനില്ല. therefore ഡിവിഷൻ പ്രോസസ് എന്തായി കംപ്ലീറ്റ് ആയി. അതുകൊണ്ട് തന്നെ ഈ തന്നിട്ടുള്ള ഡിവിഷൻ പ്രോസസ്സിനകത്ത് ദാറ്റ് ഈസ് പി ഓഫ് എക്സിനെ ക്യൂ ഓഫ് എക്സിന് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ കോഷ്യൻ്റ് അതായത് ഡിവിഷൻ പ്രോസസ് കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ കിട്ടിയ കോഷ്യൻ്റായ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എത്ര ആയിരിക്കും എക്സ് +1. അവിടുത്തെ റിമൈൻഡറായ ആർ ഓഫ് എക്സ് എത്രയാണ് ആർ ഓഫ് എക്സ് ഈക്വൽ ടു റിമൈൻഡർ എന്താണ് ഇവിടെ 0x സ്ക്വയർ ദാറ്റ് ഈസ് 0 + 0 + റിമൈൻഡർ ഈസ് 0. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ക്യാരി ഔട്ട് ചെയ്യുന്നത് തന്നിട്ടുള്ള ഒരു പി ഓഫ് എക്സിനെ ക്യൂ ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഡിവിഷൻ പ്രോസസ് കണക്ക് തന്നെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്ത് ഇവിടെ ഏത് പോളിനോമിയലാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് അതിൻ്റെ ഹയസ്റ്റ് പവറിനെ ആദ്യം എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം ഡിവൈസറിൻ്റെ ഹയസ്റ്റ് പവർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ക്യാൻസലേഷൻ കഴിഞ്ഞ് കിട്ടുന്ന ആ ടേം ആ എക്സിൻ്റെ ടേം ആയിരിക്കും എന്ത് അവിടെ കോഷ്യൻ്റായിട്ട് ആദ്യം വരുന്നത്. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുന്നു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ടേം കൊണ്ട് ഡിവൈസറിനെ മൾട്ടിപ്ലൈ ചെയ്ത് എടുത്തതിന് ശേഷം സബ്ട്രാക്ഷൻ പ്രോസസ്സ് നടത്തുന്നു. സബ്ട്രാക്ഷൻ പ്രോസസ്സിന് കിട്ടിയ റിസൾട്ടിൻ്റെ കൂടെ എന്തോടെ ചേർക്കുന്നു എക്സ്ട്രാ അതിന് താഴേക്ക് എടുത്തെഴുതാൻ വല്ല ടേംസ് ഉണ്ടെങ്കിൽ അതോടെ ചേർത്ത് എന്ത് ചെയ്യുന്നു പുതിയൊരു പോളിനോമിയൽ നമ്മൾ ഫോം ചെയ്ത് ഈ പുതിയ പോളിനോമിയലിനെ വീണ്ടും എന്തോട് ഡിവൈഡ് ചെയ്യുന്നു x² - 4x + 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ സെയിം പ്രൊസീജിയർ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ ഇനി താഴേക്ക് എടുത്തെഴുതാൻ ടേംസ് ഒന്നും ഇല്ലാത്ത നമ്മൾ എന്ത് ചെയ്യണം ആ ഡിവിഷൻ പ്രൊസീജിയർ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണം. നമ്മൾ സാധാരണ നമുക്ക് പുതുതായിട്ട് കേൾക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ സാധാരണ ഡിവിഷൻ പ്രോസസ്സിനകത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ് തന്നെ. ഫോർ എക്സാമ്പിൾ ഞാൻ സാധാരണ ഡിവിഷനാണ് എടുത്തുകയാണ് കുറച്ച് വലിയ നമ്പർ എടുക്കുന്നത് 1001 ഡിവൈഡഡ് ബൈ 2. എന്ത് ചെയ്യും ഞാൻ ആദ്യം ഇവിടുത്തെ 1നെ നോക്കും. 1 എന്തിനേക്കാൾ ചെറുതാണ് 2വിനേക്കാൾ ചെറുതായതുകൊണ്ട് എന്തെടുക്കും 10 എടുക്കും. therefore 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്താണ് 10/2. ദ റിമൈൻഡർ ഈസ് 5. therefore ഞാൻ എന്തെഴുതി 5 ഇവിടെ എഴുതി. ഇതേ കാര്യം നമ്മൾ അവിടെയും ചെയ്യുന്നുള്ളൂ. ഇവിടുത്തെ ഹയസ്റ്റ് പവർ x³ x². അപ്പോൾ അവിടെ പവറുകൾ തമ്മിൽ ഡിവിഷൻ ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്തു നമ്പേഴ്സ് തമ്മിൽ ഡിവിഷനാണ്. therefore 5 × 2 എന്തായി 10. സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും 0. എന്നിട്ട് എന്തെടുത്തെഴുതി മുകളിലത്തെ അടുത്ത ടേമായ 0 എടുത്തെഴുതി. ഈ 0 എന്തിനേക്കാൾ ചെറുതാണ് 2വിനേക്കാൾ ചെറുതാണ്. ഇവിടെ ഞാൻ എന്ത് കൊടുത്തു 0 കൊടുത്തു. അടുത്ത എന്തെടുത്തെഴുതി 1 എടുത്തെഴുതി. 1 എന്തിനേക്കാൾ ചെറുതാണ് 2വിനേക്കാൾ ചെറുതായ കാരണം ഞാൻ 0 കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇനി എനിക്ക് എടുത്തെഴുതാനൊന്നും ഇല്ലല്ലോ. therefore ഈ 2 1നേക്കാൾ ചെറുതായ കാരണം ഇനി ഡിവിഷൻ പ്രോസസ്സ് പോസിബിൾ അല്ല. എപ്പോഴാണ് ഡിവിഷൻ പ്രോസസ്സ് പോസിബിൾ അല്ലാതെ വരുന്നത് റിമൈൻഡർ വാല്യൂ ഡിവൈസറിനേക്കാൾ ചെറുതാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഡിവിഷൻ പ്രൊസീജിയർ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇവിടെയും പോളിനോമിയൽ കേസ് അത് തന്നെ വന്നത് 0 എന്ന് പറയുന്ന വാല്യൂ 0 എന്ന് പറയുന്ന പോളിനോമിയൽ എന്തിനേക്കാൾ ചെറുതാണ് x² - 4x + 3യേക്കാൾ ചെറുതാണ്. ഇവിടെ ഈ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന പോളിനോമിയൽ ഏതായിരുന്നു x² - 4x + 3. ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രിയും ഈ പോളിനോമിയൽ ഡിവൈസറിൻ്റെ ഡിഗ്രി എന്തായിരുന്നു സെയിം ആയിരുന്നുകൊണ്ടാണ് > വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഡിവിഷൻ പ്രോസസ് ക്യാരി ഔട്ട് ചെയ്യാം. അപ്പോൾ ഈ കേസിൽ എന്തായിരുന്നു ഈക്വൽ ആയിട്ടുള്ള ഡിഗ്രി ആയതുകൊണ്ടാണ് ഈ
പോളിനോമിയൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, ഈ തന്നിരിക്കുന്ന ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയ അവസാനം കിട്ടിയ ടേമിൻ്റെ വാല്യൂ എത്രയാണ്, 0 ആണ് അല്ലേ. സീറോയെ സംബന്ധിച്ച് 0 എന്തിനേക്കാൾ ചെറുതാണ്, തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ ഡിഗ്രിയേക്കാൾ ചെറുതാണ്. 0യുടെ ഡിഗ്രി എത്ര, 0 ഒരു കോൺസ്റ്റൻ്റ് ആണ്. ദർഫോർ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഡിഗ്രി 0 ആയതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന പോളിനോമിയൽ ഡിഗ്രി 0യും നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന ഡിവൈസറിൻ്റെ ഡിഗ്രി 2 ആണ്. ദർഫോർ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ ഈസ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ദിസ് ഡിവൈസർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പോളിനോമിയൽ ഡിവിഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. സിമിലർലി ഇവിടെ നമ്മൾ നമ്പേഴ്സിൻ്റെ കേസിൽ അത് കണക്ക് തന്നെയാണ് അല്ലേ. ഇവിടെ 1ന്റെ വാല്യൂ 2വിനേക്കാൾ ചെറുതായതുകൊണ്ട് നമ്മൾ ഡിവിഷൻ പ്രോസസ് എന്ത് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത്. അപ്പോൾ 500 ക്യാൻ ബി റിട്ടൺ ആസ് 500 is equal, 500 അല്ല 1001 ക്യാൻ ബി റിട്ടൺ ആസ് 2 × 500 + 1. ഇവിടെ കോഷ്യൻ്റെ 500ഉം റിമൈൻഡർ 1ഉം സെയിം പ്രോസസ് നമ്മൾ ഇവിടെയും ക്യാരി ഔട്ട് ചെയ്ത് പോളിനോമിയലിൻ്റെ കേസിലും ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ ദ കോഷ്യൻ ക്യാൻ ബി റിട്ടൺ ആസ് x + 1, ദറ്റ് ഈസ് x⁻1 + 1 ആൻഡ് r of x remainder is equal to 0. The next question, find the remainder when x³ plus x² minus 2x plus 1 is divided by x minus 3. രണ്ട് പോളിനോമിയൽസ് നമ്മുടെ തന്നിട്ടുണ്ട്. അതിന് ഞാൻ രണ്ട് പേര് കൊടുക്കുന്നു. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ, അത് വലിയ ഡിഗ്രിയുള്ള പോളിനോമിയൽ. ഫസ്റ്റ് പോളിനോമിയൽ ഡിഗ്രി എത്രയാണ്, 3യും സെക്കൻഡ് പോളിനോമിയൽ ഡിഗ്രി 1ഉമാണ്. ദർഫോർ ഡിവൈസർ നമുക്ക് ഡിവിഡൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന പോളിനോമിയൽ x³ plus x² minus 2x plus 1ഉം ഡിവിഡൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം ഡിവൈസർ നമുക്ക് എടുക്കാൻ പറ്റുന്ന പോളിനോമിയൽ x minus 3യുമാണ്. ദർഫോർ കറസ്പോണ്ടിങ് ആയിട്ട് പേര് ഞാൻ കൊടുക്കുന്നു. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x³ plus x² minus 2x plus 1 and q of x is equal to x minus 3. എനിക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഇവയെ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് വേണ്ടത്. ചിലപ്പോൾ നമുക്ക് എന്ത് ക്യാരി ഔട്ട് ചെയ്യണം, ആദ്യം ഡിവിഷൻ പ്രൊസീജിയർ ക്യാരി ഔട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഡിവിഡൻഡ് x³ plus x² minus 2x plus 1 എഴുതുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുക, ഈ പോളിനോമിയൽ ഡിഗ്രി 3 ആയതുകൊണ്ട് തന്നെ x³ ടേം വേണം, x² ടേം വേണം, എക്സിൻ്റെ ടേം വേണം, കോൺസ്റ്റൻറ്റ് ടേം വേണം. അപ്പോൾ എല്ലാം പ്രസൻ്റ് ആണ് ഇവിടെ. ഡിവൈഡഡ് ബൈ സെക്കൻഡ് പോളിനോമിയലായ q of x ഡിഗ്രി എത്രയാണ്, 1 ആണ്. ദർഫോർ x⁻1ൻ്റെ ടേം വേണം, കോൺസ്റ്റന്റ് ടേം ഇവിടെ രണ്ടും പ്രസൻ്റ് ആണ്. ദർഫോർ x minus 3. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട പോളിനോമിയലിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി ദാറ്റ് ഈസ് x³ ബൈ ഡിവൈസറിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി ദാറ്റ് ഈസ് x. ഇവയെ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ x⁻3 ബൈ x⁻1 തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഈ പ്രോസസ്സ് മനസ്സിലാകാത്തവർക്ക് ഇത് നോക്കുക. a⁻m ബൈ a⁻n റിസൾട്ട് എന്താണ്, a⁻m മൈനസ് n. ഈ റിസൾട്ട് എന്നോട് അപ്ലൈ എന്തേ ഉള്ളൂ ശരിക്കും. ദാറ്റ് ഈസ് x³ ബൈ x⁻1 ഈസ് ഈക്വൽ ടു x⁻2. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, ബേസുകൾ സെയിം ആണെങ്കിൽ പവറുകൾ തമ്മിൽ എന്ത് ചെയ്തു, സബ്ട്രാക്ട്. ഡിവിഷൻ പ്രോസസ് ആണെങ്കിൽ പവറുകൾ തമ്മിൽ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ബേസായ എക്സുകൾ തമ്മിൽ സെയിം ആണ്. ദർഫോർ പവറുകൾ തമ്മിൽ എന്ത് ചെയ്തു, സബ്ട്രാക്ട് ചെയ്ത് ദാറ്റ് ഈസ് 3 minus 1 ദാറ്റ് ഈസ് x⁻2. That is the result is x⁻x³ x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, x⁻2 കിട്ടും. ദർഫോർ കോഷ്യൻ്റെ സ്ഥാനത്ത് എഴുതി x². ഇനി എന്ത് ചെയ്യണം, ഈ x²നെ x കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം, -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദർഫോർ x² × x ഈസ് x³ ആൻഡ് x² × -3 ഈസ് -3x². ഇനി എന്ത് ചെയ്യണം, ഈ ഫസ്റ്റ് രണ്ട് ടേമിൽ നിന്ന് ഇതിനെ സബ്ട്രാക്ട് ചെയ്യണം. ദർഫോർ സബ്ട്രാക്ട് എന്ത് ചെയ്യണം, രണ്ടാമത്തെ പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസിൻ്റെ സൈൻസിനെ റിവേഴ്സ് ചെയ്യണം. ദാറ്റ് ഈസ് +1 become -1 ആൻഡ് -3 become +3. അപ്പോൾ x³ minus x³ is 0. x² plus 3x² is 4x². ഇങ്ങനെ അടുത്തൊരു ടേം ഞാൻ താഴേക്ക് ഇറക്കിയിടുന്നു, -2x. അതിനുശേഷം നോക്കുക ഇവിടെ പ്ലസ് ആണ്, +4x². 4x² minus 2x ആണ് ഇനി അടുത്ത് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്, x-3 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. 4x² minus 2x ഡിഗ്രി എത്രയാണ്, 2 ആണ്. x-3യുടെ ഡിഗ്രി എത്രയാണ്, 1 ആണ്. ദർഫോർ ഈ ടേമിൻ്റെ ഡിഗ്രി എന്തിനേക്കാൾ കൂടുതലാണ്, x-3യേക്കാൾ കൂടുതലാണ്. ദർഫോർ എന്ത് പോസിബിൾ ആണ്, ഡിവിഷൻ പ്രോസസ്സ് പോസിബിൾ ആണ്. ദർഫോർ എന്ത് ചെയ്യുന്നു, പഴയ പ്രൊസീജിയർ സെയിം ക്യാരി ഔട്ട് ചെയ്യുന്നു. 4x² ഡിവൈഡഡ് ബൈ x ഈക്വൽ ടു 4 എന്ന് പറയുന്നത് അവിടെ 4നെ അതേവിടെ നിലനിർത്തി. ഇനി എക്സിൻ്റെ ടേമിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് ഇവിടെ രണ്ട് ബേസ് സെയിം ആണ്, x⁻2. ഈ ടേമിൻ്റെ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി എത്രയാണ്, പവർ എത്രയാണ്, 2ഉം ഡിനോമിനേറ്ററിൻ്റെ പവർ 1ഉം. അപ്പോൾ 2 - 1 ദാറ്റ് ഈസ് 4. ഇവിടെ ശരിക്കും 4 ആയിട്ട് വന്നത് ഇവിടെ
ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് ഒന്നും എഴുതിയില്ലെങ്കിൽ അർത്ഥം എന്താ 1 ആണ്. therefore 4/1 is 4. again x raised to 2 minus 1 is x. അങ്ങനെയാണ് ഇത് എന്ത് വന്നത് 4x വന്നത്. therefore ഫ്രണ്ടിലെ സൈനൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്ലസ് 4x. മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ 4x ഇൻറ്റു എക്സ് 4x സ്ക്വയർ. again 4x into minus 3 is minus 12x. subtracting 4x become minus 4x square and minus 12x become plus 12x. therefore 0 minus 2 plus 12 it is plus 10x plus 1. again നോക്കുക ഈ പോളിനോമിയൽ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് എന്തുകൊണ്ട് എക്സ് മൈനസ് 3 ഉണ്ട്. ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എത്രയാണ് 1 ആണ്. ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എത്രയാണ് 1 ആണ്. therefore degree of the polynomial is the degree of this polynomial is greater than or equal to the divisor. therefore division process possible. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ഹയസ്റ്റ് ടേം 10x എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. therefore ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് ആണ് 1. therefore 10/1 is 10 and x raised to ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി പവർ 1 മൈനസ് ഡിനോമിനേറ്ററിൻ്റെ പവർ 1 that is equal to 10 into x raised to 0 which is equal to 10. x raised to 0 എത്രയാണ് 1. therefore it is equal to 10. therefore plus 10. so 10 into x is 10x. again 10 into minus 3 is minus 30. subtract ചെയ്യുമ്പോഴത്തേക്കും 10x become minus 10x and minus 30 become plus 30. therefore this is 0 and 1 plus 30 is plus 31. therefore in this division procedure the quotient ഇവിടെ നോക്കി ഈ പ്രോസസ്സ് വരുമ്പം ഈ സ്റ്റെപ്പ് നമുക്ക് എന്തെങ്കിലും ഡിവിഷൻ പ്രോസസ്സ് നിർത്താം. അതെന്തുകൊണ്ട് അതിന് പറയാൻ കാരണം എന്താ, ഈ ഡിവൈസറിൻ്റെ ഡിഗ്രി എത്ര ആയിരുന്നു 1 ആയിരുന്നു. ഡിവൈസർ കൊണ്ട് ഒരു ടേമിന് ഒരു പോളിനോമിയലൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിവൈസറിൻ്റെ ഡിവിഡൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡ് ചെയ്യേണ്ട ആ പോളിനോമിയൽ ഡിഗ്രി എത്ര ആയിരിക്കണം, 1-ൽ കൂടുതലായിരിക്കണം. ദാറ്റ് ഈസ് 2-ഓ 1-ഓ 2-ഓ 3-ഓ ആയിരിക്കണം അല്ലേ. ഈ കിട്ടിയ അവസാനം നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ടേമിൻ്റെ ഡിഗ്രി എത്രയാണ് 0 ആണ്. 31 ഒരു കോൺസ്റ്റൻറ്റ് നമ്പറാണ്. 31 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, 31 മീൻസ് 31 ഇൻറ്റു എക്സ് റേസ് ടു 0. therefore അവിടുത്തെ എക്സിൻ്റെ പവർ എത്ര 0യാ. ഈ ഡിവൈസറിൻ്റെ എക്സിൻ്റെ പവർ എത്രയാണ് 1 ആണ്. therefore ഇവിടുത്തെ എക്സിൻ്റെ പവർ ഏത് നമ്പറിനാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്, ആ നമ്പറിൻ്റെ എക്സ് പവർ ഡിഗ്രി എന്ന് പറയുന്നത് എന്തിനേക്കാൾ കുറവായിപ്പോയി, ഡിവൈസറിനേക്കാൾ കുറവായിപ്പോയി. therefore എന്ത് പോസിബിൾ അല്ല, ഡിവിഷൻ പ്രോസസ്സ് പോസിബിൾ അല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ച് നമുക്ക് ഡിവിഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ആൻഡ് ദ quotient is g of x is equal to x square plus 4x plus 10 and the remainder r of x is equal to